നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ 65-നായിട്ട് ഞാൻ ഒരു 250 ഗ്രാമോളം ചിക്കൻ ക്യൂബ്സ്, ചിക്കൻ ബ്രസ്റ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ശകലം യോഗട്ട് ആഡ് ചെയ്യുകയാണ്, 1 ടേബിൾ സ്പൂണോളം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം ഇങ്ങനെ വെക്കുവാണെങ്കിൽ ചിക്കൻ നല്ല ടെൻഡറും നല്ല ജ്യൂസി ആയിട്ടിരിക്കും കേട്ടോ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ്, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടിയാണ്, അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് ഒരു ശകലം കുരുമുളക് പൊടിയാണ്, ഒത്തിരി വേണ്ട, ഒരു ശകലം മതി. ഇനി നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലിപ്പൊടിയാണ്. സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ കളർ ചേർക്കും, പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കും. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. പിന്നെ എരിവ് വേണമെന്നുള്ളവർ മറ്റേ മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി വേണ്ടത് ശകലം ഗരം മസാലപ്പൊടിയാണ്, അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ശകലം മഞ്ഞൾപ്പൊടിയാണ്, അതും നമുക്കൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1/2 അവർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി പരിപാടികൾ നോക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണേ. അതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നേരത്തെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയല്ലേ, അന്നേരത്തേക്കും അതിൻ്റെ അകത്ത് ആ മസാല എല്ലാം കൂടെ ഇങ്ങനെ വിട്ട് പോകും. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിട്ടു പോകാതെ നമുക്ക് കിട്ടും. ഇനി അത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളോട് നേരത്തെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ യോഗട്ട് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത യോഗട്ട് എടുക്കണം കേട്ടോ. പിന്നെ നാരങ്ങാനീര് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം യോഗട്ടിൻ്റെ ചെറിയ പുളിയൊക്കെ കാണും. പിന്നെ നാരങ്ങാനീര് ഒഴിച്ചു കഴിഞ്ഞാലും ആ മസാലയിൽ അത് നമ്മൾ ആ കോട്ടിങ് പിടിക്കാണ്ട് വരും കേട്ടോ. അതിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഈ സാധനം ഇവിടെ ഉണ്ടാക്കിയാലുണ്ടല്ലോ ഭയങ്കര ബഹളമാണ്. നിമിഷ നേരം കൊണ്ട് അവർ കഴിച്ചു തീർക്കും. ആദ്യം വരുന്നവർ അവർക്ക് ആവശ്യത്തിനുള്ളത് എടുത്തുകൊണ്ട് ഓടും. അതുപോലെ ബഹളമാണ് ഇവിടെ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരിക്കും. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. പാൻ ചൂടായിട്ടുണ്ട്, ഞാൻ അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാനുണ്ടല്ലോ ഇതിലേക്ക് ഇച്ചിരി കരിയാപ്പിലയും കൂടി ആഡ് ചെയ്യുവാണേ. അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കരിയാപ്പിലയും ഇടുന്നത് നല്ലതല്ലേ, ഇട്ട് കൊടുത്തു കേട്ടോ. ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.